വരുമ്പോഴേ കണ്ടതാണ് കേട്ടോ. ആ പാലം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, മേൽപ്പാലം. ഇവിടെ എമർജൻസി ടീം കാര്യങ്ങളൊക്കെ വന്നിക്കണേ. ഈ വണ്ടി 2 മറിച്ചിൽ മറിഞ്ഞിക്കണേ. അവിടെ കണ്ടില്ല ഞങ്ങൾ ട്രാക്ക്, ആ ട്രാക്കിൽ അവിടെ ബ്രേക്ക് ഇട്ടിട്ടേ 2 മറിച്ചിൽ മറിഞ്ഞിട്ട് നിൽക്കുകയാണിത്. ഇങ്ങനെ ആൾക്ക് ഒരു പരിക്കില്ല, ഒരാളുണ്ടായിരുന്നത്. വണ്ടിക്ക് ചെറിയ നിസ്സാര പരിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കൊരു പരിക്കില്ല. അതാണ് വലിയ സന്തോഷം. ഇപ്പോൾ ക്രെയിം വന്നിട്ടുണ്ട്, ഇനി ഇത് മാറ്റിടാനുള്ള പരിപാടിയാണ്. മൂപ്പരാണ് ഇതിൻ്റെ ഓണർ കിട്ടാ. എന്തോ ഒരു ഭാഗ്യം, പറിച്ചോൻ കാക്കാന്നൊക്കെ പറയില്ലേ, ദൈവം മൂപ്പരെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് വന്നിട്ടുണ്ട്. ഓല പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. സൈഡിൽ ഇടാനുള്ള പരിപാടിയാണ്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചലങ്ങിയിട്ടുണ്ട്, വണ്ടിയുടെ 2 സൈഡും ബെൻഡായിട്ടുണ്ട്. പിന്നെ ടയറൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചാല് വരുന്നുണ്ട്, ആ ചാലിൽ തട്ടിയിട്ടാണ് ഇങ്ങോട്ട് മറിഞ്ഞിട്ടുള്ളത്. മറിഞ്ഞിട്ട് നിൽക്കുകയാണിത്. നമ്മൾ ഫിലിമിലൊക്കെ കാണില്ലേ ഈ മറിഞ്ഞുകാണ്ടുള്ള രീതി, അതേപോലെ ഉണ്ടത് നിൽക്കണത്. പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്, അതേപോലെ എമർജൻസി ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പോലീസുകാരുടെ നമ്പർ പ്ലേറ്റ് ഒന്നും കാണാനില്ല, വല്ലാത്ത കഥ. ഇവിടെ മറിഞ്ഞു കിടന്നിരുന്നത്. പിന്നെ വണ്ടി നേരെ ഇവിടേക്ക് ഇങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പുള്ളത്, അപ്പോൾ അങ്ങോട്ടാക്കിയതാണ്. എല്ലാം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാ ഇവരൊക്കെ എമർജൻസി ടീമൊക്കെ വന്നിട്ടേ ട്രെയിൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാലിക്കിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത്. അവിടെ ഇങ്ങനെ ആയിട്ട് അഗ്രികൾച്ചറിൻ്റെ കുറേ ഷോപ്പുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ചെടികൾ കാര്യങ്ങളൊക്കെ ഉള്ള. ഇത് തിരുപ്പതിയിലേക്ക് പോകുന്ന ഹൈവേ ആണ് കേട്ടോ, ബൈപ്പാസ് റോഡാണ്. ചാലിൽ തട്ടിയിട്ടാണ് വണ്ടി മറിഞ്ഞത്. 2 മറിച്ചിൽ മറിഞ്ഞെന്നാണ് പറയണത്. ഈ റോട്ടിലെ ടോളാണ് ഇവിടെ വരുന്നത്. 500 മീറ്റർ എന്ന് എഴുതി വെച്ചൊരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിനൊക്കെ ഉള്ള ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. തിരുപ്പതിയിലേക്ക് പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഇവിടെ കാറിന് 125 രൂപ എന്നൊക്കെ കാണുന്നുണ്ട്. ആ ഒരു മലയുടെ ആംബിയൻസ് കാര്യങ്ങൾ, അതുപോലെ ഈ ടോൾ ഗേറ്റ് വളരെയധികം രസകരമായിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ്. ടോൾ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റോട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ സ്ഥലം കൊടുക്കാതെയുള്ള ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് റോഡിന്. ഇവിടെ ഉണ്ട്, കുറച്ച് ബാക്കിൽ കണ്ട്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ പണികൾ നടത്തിക്കണേ. ഇവിടെ നിന്നുള്ള ഈ ഗ്യാപ്പിൽ പണിയെടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തും അതേപോലെ. ഭയങ്കര കോമഡി സംഭവമാണ് കേട്ടോ. ഇപ്പം റോഡിൻ്റെ സ്ഥലങ്ങളുള്ള സ്ഥലത്തൊക്കെ, അല്ലെങ്കിൽ റോഡിന് കിട്ടിയ സ്ഥലത്തൊക്കെ വലിയ റോഡ് ഇട്ടിക്കണേ. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ അത് അതേപോലെ റോഡ് പണി ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കണേ. കുറേ സ്ഥലമായി, ഏകദേശം ഒരു 5-8 സ്ഥലത്തായി ഇപ്പം അങ്ങനെ കാണണേ. തിരുപ്പതി എന്ന് പറയുന്നത് തന്നെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്, മലനിരകളാലുള്ളൊരു പ്രദേശമാണ്. തിരുപ്പതി ക്ഷേത്രം കിടക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ്. അവിടേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെ ഇതുപോലത്തെ നല്ല നല്ല മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് കുറച്ച് തണൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ചെറുകിട കച്ചവടങ്ങളൊക്കെ. ഈ പോപ്കോണ്, അതുപോലെ ഇളനീര്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒക്കെ സ്ത്രീകളാണ് ചെയ്യുന്നത് കാണുന്നത്. ഇവിടെ യാത്രക്കാർ കൂടുതൽ പാസിംഗ് ഉള്ളൊരു ഏരിയയാണ് തിരുപ്പതി ഈ റോഡ് കേട്ടോ. ഈ ഒരു ഹൈവേ, ഈ ഒരു ബൈപ്പാസ് യാത്രക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. റോഡിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പല ഭാഗത്തും ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആംബിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു മലനിരകളും പിന്നെ ഈ ഒരു റോഡും തന്നെയാണ്
ഈ ഒരു യാത്രയിലുള്ളൊരു അട്രാക്ഷൻ. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ അതുപോലത്തെ ചെറിയ ചെറിയ വീടുകൾ കാണുന്നുണ്ട്. കുറ്റിച്ചെടികളാലുള്ളൊരു മലനിരകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റോഡിലെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഈ മലനിരകൾ തന്നെയാണ് കേട്ടോ. ഈ റോഡിൽ പോകുമ്പോൾ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് മാവിൻ്റെ തോപ്പുകളാണ്. അതേമാതിരി ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള മലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ മൊത്തം മാവിൻ തോപ്പുകളാണ് കേട്ടോ. പൊളിയെന്ന് വെച്ചാൽ പൊളി. ഇങ്ങോട്ട് നോക്കാൻ നിങ്ങൾ 2 സൈഡിലും മാവിൻ തോപ്പുകൾ, പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ആ മലയും. കുറേ ലോങ് നോക്കിയപ്പോൾ ചെറിയൊരു വെള്ളനിറം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തേക്ക് എത്തിയപ്പോൾ ഫുൾ വൈറ്റ് ആയിട്ടുള്ള പാറയിലുള്ള മല. എന്താല്ലേ വേറെ ലെവല്. പിന്നെ ഞാൻ ഇപ്പം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ പുതിയ മൈക്കിലാണ്, ഹോളി ലാൻഡിൻ്റെ. എങ്ങനെയുണ്ട് വോയിസ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് അഭിപ്രായം പറയണം. ലൈവ് വോയിസിലൂടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ വോയിസ് വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് റെക്കോർഡ് ചെയ്ത് കണ്ട് കിട്ടിയത്. പിന്നെ ഇങ്ങനെ പറയുന്ന വോയിസിനെ ഞാൻ കറക്റ്റ് ഒരേ ട്രാക്ക് കിട്ടാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇടായിരുന്നു. ഇപ്പോൾ ഈ വോയിസൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇടാമെന്നുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ ഈ പോണ പോക്കിൽ ലൈവായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള വോയിസ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലാരിറ്റി ഉള്ള വോയിസ് അതിൽ വരാത്തതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വോയിസ് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം, മുന്നൊക്കെ നമ്മളെ വോയിസ് കേട്ടവർ വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഒരു വ്യത്യാസമൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ആക്കണം. നമ്മളെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുവരുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നും മാറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ 2ാമത്തെ നടപ്പാതയാണ് കേട്ടോ മേലേക്ക് ആയിട്ടുള്ള ഈ റോഡിൽ കാണുന്നത്. പണ്ട് രാജാക്കന്മാരൊക്കെ വാഴി നിന്ന സ്ഥലമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ട മതിലുകളൊക്കെ ഇവിടെ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മേലൊക്കെ ആയിട്ട് കോട്ടയുടെ പല ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകളൊന്നും പോകാത്തതുകൊണ്ട് അതൊക്കെ നാമവിശേഷമായിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ മതിലിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കോട്ടമതിലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയായിട്ട് വലിയൊരു കോട്ട പോലത്തെ എന്തോ ഒരു ബിൽഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ മലമേലൊക്കെ കോട്ടമതിലുകളൊക്കെ പോയതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു രാജാവിൻ്റെ മലയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുപ്പതി പോണ റോഡിലാണ് ഇത് കാണാൻ സാധിക്കുക. ഇവിടെ കോട്ടമതിലിൻ്റെ ആ മതിൽമലൊക്കെ പുല്ല്, പിന്നെ ചെടികൾ, മരങ്ങളൊക്കെ വന്നിട്ട് മൂടിയിട്ടുണ്ട്. നമ്മളാരങ്ങനെ ശ്രദ്ധിക്കൂല അതിൽ പോകുമ്പോൾ. പക്ഷെ മലമേലൊക്കെ അങ്ങനെ ഉണ്ട് സംഭവങ്ങൾ. ആ കാണുന്ന പച്ചപ്പുള്ള പൊന്തി നിൽക്കുന്നതൊക്കെ കോട്ടമതിലുകളാണ്. കരിങ്കല്ലിലാണ് അതിൻ്റെ നിർമ്മാണം. ഈ റോഡ് വന്നിട്ട് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ആ കാണുന്ന മലമുക്ക് മുകളിലായിട്ടാണ് തിരുപ്പതി ക്ഷേത്രം വരുന്നത്. ആ ഒരു മല വേറെ തന്നെ ഒരു രസകരമാണ്. കുറച്ച് ലോങ്ങിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക ഡിസൈനിലുള്ള ചുവന്ന നിറത്തിലുള്ള മലയാണ് തിരുപ്പതി മല. അവിടെ പോകുമ്പോൾ തൊട്ടടുത്തുനിന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന ബൈപ്പാസാണ് ഈ കാണുന്നത്. ഇവിടെ വേറെയും ഒരു ടോൾ റോഡ് എന്നൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും ടോൾ ഉണ്ടായിരിക്കാം. അതുപോലത്തെ ഇലക്ട്രിക് ബസ്സുകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ഈ ഒരു തിരുപ്പതി ഏരിയയിൽ. ഇതാണ് തിരുപ്പതിയിലേക്ക് പോകുന്ന റോഡ്, മെയിൻ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കവാടം കാണാം. ഈ കവാടത്തിൻ്റെ അതിലൂടെ പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം കാണാം, ഒരു പാറയ്ക്ക് മുകളിൽ. നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകണില്ല. കാരണം അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോക്കില്ല. പോയിട്ട് പുറംഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് പോരുക എന്നല്ലാതെ ഉള്ളിലേക്ക് ഞാൻ വല്ലാതെ കയറാൻ ശ്രമിക്കാറില്ല. ആദ്യമൊക്കെ കയറിയെന്ന്, പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെറുതെ കയറിയിട്ട് എന്തിനാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവതരിപ്പിക്കേണ്ട അവിടെ പോയിട്ട്. അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ നിൽക്കലില്ല. എന്നാലും ഞാൻ കാണാൻ പോകും കേട്ടോ, പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകും. ഇവിടെ ഇങ്ങനെ മനോഹരമായൊരു കവാടം കാണാൻ സാധിക്കുന്നുണ്ട്. സ്പോർട്സ് തുട പാർക്ക് എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്പോർട്സ് പാർക്കാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടുന്ന് എൻട്രൻസിലായി ഇതുപോലത്തെ വലിയൊരു കവാടം, മനോഹരമായിട്ടുള്ള ഡിസൈനിങ്ങുള്ളൊരു കവാടമാണ് കാണാൻ സാധിക്കുന്നത്. സെൻട്രലിലൊക്കെ ഡിവൈഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിങ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ ഈ വോളിബോളിൻ്റെ ഒക്കെ ഒരു
ഗ്രൗണ്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സെൻട്രൽ ഡിവൈഡറിൽ ചെടികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കോൺക്രീറ്റിനാലാണ് റോഡ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എത്രങ്ങാനും നീളമുണ്ട് എന്നുള്ളത്. വലിയൊരു സ്പോർട്സ് പാർക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് പാർക്ക് ഇത്രയും ക്ലീനിങ്ങിലൊക്കെ കാണുന്നത്. സെൻറ്ററൊക്കെ കണ്ടില്ല, എന്തുമാത്രം രസകരമായിട്ടുണ്ട്. ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഒരു മലനിരകളാണ് ഈ ഒരു ഏരിയയുടെ ഒരു ഹൈലൈറ്റ്. കണ്ടില്ലേ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മലനിരകൾ. അവിടെ ഒരു കോടമഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ഭാഗികമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. തീരുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ മരങ്ങളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ അടി ഇങ്ങനെ നല്ല തടിച്ചിട്ടും മേലേക്ക് കൂർത്തിട്ടും ഇങ്ങനെയായിട്ട് വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ വീടുകളുണ്ട്, ചെറിയ ചെറിയ വീടുകൾ. തിരുപ്പതിയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടക്കത്തിൽ തന്നെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാൻ മുന്നേ ഇവിടെ വന്ന് പോയിട്ടുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന്. അന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കവർ ചെയ്ത് പോയിട്ട് എനിക്ക് തീരെ മൈൻഡ് ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഒരു ഗേറ്റ് വേറെ വരുന്നുണ്ട്. ആൾക്കാർ സാധാരണ ഉപയോഗിക്കുന്ന റോഡിൻ്റെ വലിപ്പം നോക്കിയിട്ടോ, അതിലും ഡബിൾ ട്രിപ്പിൾ വലിപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വന്ന റോഡ്. എന്തായാലേ കൊള്ളാം. ഇതിപ്പുറന്ന് കയറുന്ന ഒരു എൻട്രൻസ് ആണ്. അടോക്കാണി പൊളിയില്ലേ. ഈ സൈഡിലാണ് സ്പോർട്സ് പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് കയറാൻ പ്രത്യേക എൻട്രൻസ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് വെയിൽ കൂടുതലാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങണില്ല. നമ്മൾ പിന്നെ സ്പോർട്സിലൊന്നും വലിയ താല്പര്യം ചെയ്യാത്തതുകൊണ്ട് ആകെ കളിച്ചിരുന്നത് ഫുട്ബോളാണ്. ഇവിടെയൊക്കെ വണ്ടികൾ നിർത്താനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഒരു എയർപോർട്ടിലേക്ക് കയറുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ട് ഈ റോഡിലൂടെ അങ്ങനെ പോകുമ്പോഴുള്ള. വേറെ ലെവൽ തന്നെ. ചെടിയൊക്കെ നോക്കിട്ടോ, യജ്ജാതി ലുക്ക്. എൻ്റെ അമ്മോ പൊളി. ഇങ്ങോട്ട് നോക്കാൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഈ എഞ്ചിന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ല, അതൊക്കെ കൂടി വെച്ചിക്കാണ്ട് വേറെ ലെവൽ കേട്ടോ. അതുകൊണ്ട് നോക്കാൻ നിങ്ങൾ. അങ്ങനെ നമ്മൾ സ്പോർട്സ് പാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. ഇനി നമ്മൾ തിരുപ്പതി ടൗണിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള വലിയൊരു ടൗണിൽ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ് തിരുപ്പതി. ചിറ്റൂരിനോട് അടുത്തിട്ടാണ് തിരുപ്പതി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉള്ളത്. പിന്നെ നെല്ലൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്കും ഇവിടെ നിന്ന് കടക്കാം. കടപ്പ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്കും ഇവിടെ നിന്ന് കടക്കാം. പിന്നെ ഹിന്ദുപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്കും ഇവിടെ നിന്ന് കടക്കാം. മനോഹരമായിട്ടുള്ള വലിയൊരു ഡിസ്ട്രിക്റ്റാണ് തിരുപ്പതി. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് തിരുപ്പതി ഈ ഒരു ടൗൺ അറിയപ്പെടുന്നത്. തിരുപ്പതി ടൗണിൽ കയറിയത് നമുക്ക് ഇതുപോലത്തെ കവാടങ്ങളൊക്കെയാണ് ഏത് റോട്ടിലേക്ക് നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ പൂന്തോട്ടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വളമ കയറ്റി പോകുന്ന ലോറികൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ വളമ ലോറികൾ വന്നിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള ബിൽഡിങ്ങുകളും വളർച്ചയുമാണ് ആന്ധ്രാപ്രദേശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും നല്ല നല്ല ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ കൾച്ചറുകളൊക്കെ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരും തലമുറയ്ക്ക് ഒരുപാട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ്റെ പവറിൽ ഇവർ വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ കർഷകരും കാര്യങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മക്കളൊക്കെ വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. എവിടെ നോക്കിയാലും ഫ്ലാറ്റുകളുടെ ഒരു കൂമ്പാരമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്ലാറ്റുകളാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. വീടുകളൊന്നും തന്നെ അങ്ങനെ വലിയതായിട്ടൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എവിടെ നോക്കിയാലും ഫ്ലാറ്റുകൾ കേട്ടോ. പൊള്ളിന്ന് വെച്ചാൽ പൊളി കേട്ടോ. നമ്മളെ എന്താ പറയുക, നമ്മളെ കൊച്ചിനൊക്കെ പോയ പോലെ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ പോയ പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, അങ്ങനെയുള്ള തരംഗങ്ങൾ, അങ്ങനെയുള്ള തിരക്ക്
ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ട്രാവൽസ് ബസ്സുകൾ ഒരുപാട് നിൽക്കണേ, ഒക്കെ ഗ്രീൻ ലൈൻ എന്നുള്ള ബസ്സുകളാണ് കേട്ടോ, ഒരുപാട് നിൽക്കണേ. അപ്പോൾ വലിയൊരു തിരക്ക് പിടിച്ചൊരു നഗരമാണ് നമ്മുടെ തിരുപ്പതി എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും വലിയ വലിയ ബിൽഡിങ്ങുകൾ. അവിടെ നോക്കുകയാണ് നിങ്ങൾ, എന്താല്ലേ നമ്മളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ആന്ധ്രാപ്രദേശ് പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി കാണും. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ. ഏതായാലും കുറച്ചും കൂടി പോയോട്ടെ. ഈ ഒരു ഏരിയ മൊത്തം ആന്ധ്രാപ്രദേശ് തിരുപ്പതിയുടെ ഏരിയയാണ്. ഇങ്ങനെ കുറച്ചുകൂടി പോയിട്ട് പിന്നീട് വേണം ടൗണിലേക്കൊക്കെ ഒന്ന് കയറാൻ. ഞാനിപ്പോൾ ആന്ധ്രയിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലർ വിശ്വസിക്കൂല. കണ്ട് നോക്കി ബിൽഡിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ. കൾച്ചർ ചെറിയ അപ്ഡേറ്റ് ആയി വരാണ്ട് എന്ന് കരുതിയിട്ട് അത് അപ്ഡേറ്റ് ആവും ഭാവിയിൽ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇവിടെ തുടങ്ങി ഈ ഒരു കൾച്ചറിൽ പിടിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവനക്ക് പിന്നെ ഭാവിയിൽ രക്ഷപ്പെടാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. പഴമയിലുള്ള ആ ഒരു ജമ്മി സമ്പ്രദായം, പിന്നെ ആ ഒരു വിദ്യാഭ്യാസ കുറവുകൊണ്ടുള്ള ആ ഒരു രീതികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് നമ്മുടെ നാട്ടിലും പണ്ടുണ്ടായിരുന്നത്, നമ്മളെ ചെറുപ്പകാലങ്ങളിലൊക്കെ. ഇപ്പോൾ അതൊക്കെ കുറേ മാറിയില്ലേ. അതേപോലെ ഇവിടെയും മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇവിടെ ട്രാക്ക് പിടിച്ചെടുക്കണം. ഇപ്പോൾ ബിസിനസ്സൊക്കെ നാട്ടിൽ ചെയ്യാനൊക്കെ ഇങ്ങനെ തേടി നടക്കുന്ന ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആന്ധ്രാപ്രദേശിൽ എവിടെയും അവസരങ്ങളാണ്. ഇതേപോലെ വലിയ വലിയ ടൗണുകൾ ചൂസ് ചെയ്യണമെന്ന് മാത്രം. ചെറിയ ചെറിയ ടൗണുകൾ ചൂസ് ചെയ്യരുത്, വലിയ വലിയ ടൗണുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ വലിയ വലിയ സ്ഥാപനങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് പല ഏരിയയിലും കടകളൊക്കെ ഇടുക. അപ്പോൾ അതുപോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഏരിയകൾ നോക്കി ചൂസ് ചെയ്യുക. അത് ഒരു ഡിസ്ട്രിക്റ്റിൽ 1-2 ടൗണുകളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ടൗണുകൾ ചൂസ് ചെയ്യുക, അവിടെ ബിസിനസ് ഇടുക. നമ്മുടെ നാട്ടിലുള്ളതുപോലെ കണമാനം ടൗണുകളൊന്നും ഓരോ ഡിസ്ട്രിക്റ്റിലൊന്നും ആന്ധ്രാപ്രദേശിലില്ല. ആന്ധ്രാപ്രദേശിലെ ടൗണുകൾ, വലിയ ടൗണുകൾ ഡിസ്ട്രിക്റ്റിൽ വിരലിൽ എണ്ണാവുന്നത്, ഏറി വന്നാൽ ഒരു 8 അല്ലെങ്കിൽ 5, 10 മേലൊക്കൊന്നും ഉണ്ടാവുന്നില്ല. ഓരോ ഡിസ്ട്രിക്റ്റിലും ടൗണിൻ്റെ അവസ്ഥ കേട്ടോ. 10 ഉണ്ടായി 5 ടൗൺ 6 ടൗണൊക്കെ വലിയ ടൗൺ ഉണ്ടാവുള്ളൂ. ഏതായാലും നമ്മളുള്ളത് തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുപ്പതിയുടെ വിവിധതരം ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു പ്രദേശം. ഒരു വ്യവസായ നഗരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനി പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് പൊതുവേ ഇപ്പോൾ കണ്ട ഒരു കൾച്ചറിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യവസായ നഗരമായിട്ടും അതുപോലെ ക്ഷേത്രങ്ങളുടെ അഭാവം കൂടുതലായിട്ടുള്ള ഒരു ഏരിയയൊക്കെ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ രസം നോക്കണം നിങ്ങൾ, എന്ത് വലിയ ബിൽഡിങ്ങാണ്. ഇത് ഡിസ്ട്രിക്ട് കളക്ടർ ഓഫീസാണ് കേട്ടോ. കളക്ടർ ഓഫീസിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒലിച്ചു പോകുന്ന വെള്ളമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കെട്ടി നിൽക്കുന്ന മഴയൊക്കെ വരുമ്പോൾ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ഇതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് കാണാം നമുക്ക്. ഇവിടെയും നല്ലൊരു ബിൽഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എന്തോ സംഭവമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ 100 വീട് എന്നുള്ള പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ട്, അതേപോലെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളല്ല വീടുകളായിരിക്കാം. 2 സൈഡിലുമുണ്ട്. ഇവിടെ ഇങ്ങനെയായിട്ടൊരു സർവീസ് സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് കുറച്ച് വണ്ടികളുടെയൊക്കെ സർവീസ് സ്റ്റേഷനുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്, ഷോറൂമുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഉണ്ട്, എയ്ച്ചറിൻ്റെ ഉണ്ട്, ടയോട്ടയുടെ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഒരു റൂട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലായി ഇതുപോലത്തെ ഡിവൈഡറുകൾ സ്ഥാപിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഇതുപോലത്തെ റോട്ടിൽ. ചിലപ്പോൾ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.